ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ മലക്കപ്പാറയ്ക്ക് പോകാനാണ്. ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി ബസ് കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മലക്കപ്പാറയ്ക്ക് പോകും. ഞങ്ങൾ ബസ്സിൽ ആൾ വന്നവരെ കാത്തിരിക്കുകയാണ്. 12:20 ബസ് മലക്കപ്പാറയ്ക്കുള്ളത്. ഇപ്പോൾ 11 എത്ര നോക്കട്ടെ 49 ആയിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടക്ടർ കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ ഇങ്ങനെ ഓടിച്ചാടി കിടക്കുകയാണ്. എൻ്റെ കാലി ബസ്, പിന്നെ ഫ്രണ്ടിൽ 2-3 പേര്, പിന്നെ ആരും ഇല്ല ബസ്സിൽ. അതുകൊണ്ട് സിമ്പിളായിട്ട് ഓടിച്ചാടി കളിക്കും. ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം. പക്ഷെ ഞങ്ങൾ ഏറ്റവും നടുക്കത്തെ സീറ്റിൽ പോയി. ഫ്രണ്ടിൽ കണ്ടക്ടർ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതാണ്. എന്നാലും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അമ്മച്ചിട്ട് ഫോട്ടോസ് എടുക്കും. ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കും. ഓ കണ്ട പുറത്ത് എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കും. എന്നെ കൂട്ടാണ്ട് എന്തൊട്ട് ഫോട്ടോ ഷൂട്ടിങ്ങാണ്. അല്ല സ്റ്റെപ്പും വേണ്ട നിൽക്കുന്നു ഞാൻ. അമ്മച്ചി പറഞ്ഞു പുറത്തോട്ടുണ്ടാകും, അല്ലെങ്കിൽ പുറത്തിറങ്ങി കാണിച്ചു തരാം. കാരണം അപ്പുറത്തൊക്കെ ബസ്സുകൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഇടിച്ച് ചപ്പാത്തിയാവും. ഹലോ, ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊരു പിള്ളിയിൽ അവിടെ എത്തിയാലേ കഴിയും. എനിക്ക് ആ സീറ്റിലിരിക്കണം. അപ്പോൾ വേഗം വാ. ഞങ്ങളപ്പോൾ പ്രൈവറ്റിലെല്ലാം കയറി. KSRTC സ്റ്റാൻഡ് കണ്ടതാ. അത് നിങ്ങൾക്ക് ബസ്സുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൽ കണ്ടോ KSRTC മലബാർ. ഞാനപ്പോൾ എൻ്റെ ഈ ബാഗും തൂക്കി വെറുതെ ഇങ്ങനെ നടക്കുകയൊക്കെ ഞാനേ ഹെഡ്സെറ്റ് വയ്ക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വേണ്ട. അപ്പം നമ്മൾ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേൾക്കുന്നതും പോകുന്നതും. കുറേ KSRTCസൊക്കെ പോവുകയാണ്. നമ്മളിനി കണ്ടക്ടർ ഇപ്പോൾ വീണ്ടും എവിടേക്കോ പോയി. അവിടെ നിന്ന് വരുമ്പോഴേ അപ്പോൾ പിന്നെ നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുന്നു. ഒന്നുമില്ല കേട്ടോ, ബസ് പോയാലേ പോകുള്ളൂ. അപ്പുറത്തെ ഏതോ താത്ത ഇരിക്കുന്നു. അങ്ങനെ അധികം വെക്കണ്ട, ഫോൺ തെറിച്ചു. മലക്കപ്പാറൊക്കെ നിന്ന് ഐ ആം ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇതുവരെ മലക്കപ്പാറ കാണാത്തതുകൊണ്ട് ടെൻഡൻസി എല്ലാവരും ഈ ബസ്സിക്കാൻ നോക്കണേ. കാരണം 5 പേര് ഒരു ബസ്സിൽ കയറിയിരിക്കുന്നു. പിന്നെ ആൾക്കാർ നോക്കണ്ടിരിക്കും. ടീച്ചറമ്മ ഏഷ്യാനെറ്റ് അപ്പുറത്തല്ല പരസ്യം. അയ്യോ, ഇവിടെയൊക്കെ കയറി കുഞ്ഞ് സ്പേസ് ഉള്ളൂ. പക്ഷേ ഇതിലൊക്കെ കയറുന്നുണ്ട് സ്പേസ്. എന്താ പറയുക, അതുകൊണ്ട് ഈ സീറ്റ് തന്നെ എനിക്കിഷ്ടം. ടീച്ചറമ്മ കണ്ടോ? ടീച്ചറമ്മ വെറൈറ്റി അമ്മ. അപ്പോൾ കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ബാക്കിൽ പോയി ഇരിക്കുകയാണ്. ഞാൻ ചേരാം ഉണ്ട് എൻ്റെ വാ. ഞങ്ങളിവിടെ അമ്മേ നോക്കിയേ, ഇതാണ് ഫാദേഴ്സ്. ആദ്യമായിട്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണുന്നത്. പ്രൈവറ്റ് കുറേ തവണ KSRTCയിലെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ് കാണുന്നത്. ബസ്സിൽ 2-3 പ്രാവശ്യം കൊണ്ട് കയറിയിട്ടുണ്ട്. ഗൈസ്, അപ്പം എൻ്റെ വാക്ക് പാലിച്ചു. മഴ പെയ്ത് തുടങ്ങി. കട്ട അയ്യോ, അമ്മ എന്തായാലും ഷട്ടർ അടയ്ക്കേണ്ടി വരും കേട്ടോ. ഞാൻ അടയ്ക്കത്തില്ല. കാഴ്ചകൾ കാണിക്കണ്ടേ. എട്ടാ പോകുന്നു. പക്ഷെ എൻ്റെ മേത്തോട്ടാണല്ലോ മഴ വീഴുന്നത്. ഞങ്ങൾക്ക് വേറെ സീറ്റിൽ ഇരിക്കാൻ ഇരിക്കേണ്ടത്. അപ്പം അതന്നെ ഞാനും പറഞ്ഞു. അപ്പോൾ സീറ്റ് കിട്ടില്ല. മഴ നമുക്ക് അവിടെ തന്നെ പോയിരിക്കാൻ. അവിടെ ആളില്ലേ? അവിടെ ആളല്ല, ഒരാള്
ഇന്ന് വന്നിങ്ങോട്ട് ഇരിക്കേ. മഴയേ മഴയേ മഴ മഴ പോ, മഴയേ മഴയേ മഴ മഴ പോ. മഴ ആയിരുന്നോണ്ട് കുറച്ച് മഴ കാരണം ഷട്ടർ അടക്കേണ്ടേ വരും. മഴയെ പോ നീ എവിടെ? ഞാൻ മഴേനെ ഓടിക്കാൻ പറ്റുമോ? മഴയെ പോടാ പോന്നീ. മഴ കുറഞ്ഞേ. മഴ ചെറുതായിട്ടുണ്ട്. അതാ അവിടുത്തെ ബസ്സിൻ്റെ അവിടെ ഒരു ചെറിയ വെള്ളം കിടക്കും. കുറച്ച് വെള്ളം, ആ വെള്ളത്തിൽ മഴ വീഴുന്നുണ്ട്. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഒറ്റ സീറ്റ് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാഴ്ചകൾ കാണാം. 12:08 ഇതിനകത്ത് 12:10, ഫോണിൽ 12:10, വാച്ചിൽ 12:08. രണ്ടിനും രണ്ട് സമയത്തിൽ ഏതാ ശരിയെന്ന് ആർക്കും അറിയില്ല. ആ വാച്ചിൻ്റെ സമയം ചെറുതായിട്ട് തെറ്റാണ്. ഇത് പുറത്തത്തെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂല്ലോ. അപ്പം തന്നെ പെട്രോൾ പമ്പുണ്ട്. ഇവിടെയാണെങ്കിൽ നോക്കിക്കോട്ടെ, നിറച്ച് കൊടികളാണ്. ഫുൾ കൊടി എന്ന് പറഞ്ഞാൽ കൊടി മാത്രമേ ഉള്ളൂ. എനിക്കിതാണെന്നറിയോ, ഞാൻ ഇവിടെ കാക്കാണ്. ഇപ്പം ഞാൻ കളിപ്പിക്കാൻ എന്നെ വിളിച്ചത്. അയ്യോ പേടിച്ചേ. അപ്പം ഞാൻ പാർട്ട് 2 കൊടുക്കാം.